നമസ്കാരം സർ. നമസ്കാരം. സർ, ഈ വാസ്തുപരമായിട്ട് നമ്മൾ എല്ലാം നോക്കി ഒരു വീട് കെട്ടിക്കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊരു എനർജി ഉണ്ടെന്നുള്ളത് നമുക്ക് തോന്നുകയാണ്. ഇങ്ങനെ ഈ വീടുകളെ ബാധിക്കുന്ന ഈ ബാധാദോഷം എന്ന് പറയുമല്ലോ, നമുക്ക് എങ്ങനെയാണ് ഇതിനെ മോചിപ്പിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടോ? അതായത് ബാധിക്കുന്നതാണല്ലോ ബാധ. അത് ശരീരത്തിലാണേലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും എന്ത് ബാധിക്കുന്നോ അതാണ് ബാധ. അത് നല്ല ബാധയുണ്ട്, ബാധിക്കുന്നതല്ലേ, നല്ല ഐശ്വര്യം വരുന്നൊരു ബാധയാണ്. പക്ഷേ ബാധ എന്ന് വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ബാധയാണ്. നാശങ്ങളുണ്ടാകുന്നത്, ദുർനിമിത്തങ്ങളുണ്ടാകുന്നത്, അഭിവൃദ്ധി കിട്ടാതിരിക്കുക. എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടാണ് പ്രശ്നമെന്ന് പലരും പറയാം. രോഗങ്ങൾ വിട്ടുമാറുന്നില്ല, ബന്ധങ്ങൾ തന്നെ ശിഥിലമായി പോകുന്നു. അതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് പലരും അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു. എന്നെ ഇതിങ്ങനെയുള്ള വിഷയമായിട്ട് ഒരുപാട് പേര് പെരുമാറുന്നുണ്ട്. എവിടെയാണോ നമ്മുടെ ആരൂഢം എന്ന് പറഞ്ഞതിൽ ബേസാണ്. ആരൂഢം ഇളകിയാൽ മൊത്തം ഇളകും. എത്ര ബഹുനില കെട്ടിടമായാലും അടിത്തറ ഇളകിയാൽ അതിന് പൊട്ടൽ വീഴും. അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബജീവിതമായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, അവരുടെ നിലനിൽപ്പിന് ആധാരം എവിടെയാണോ ആരൂഢം അതേ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു മിത്രാദികൾ താമസിക്കുമ്പോൾ അവിടെ ഒരു മൂലസ്ഥാനം ഉണ്ടാകും. അതായത് കുടുംബ ദേവാലയം, അതൊരു ഉറപ്പാണ്. അവിടെയുള്ള എനർജി ഫീൽഡ് അല്ലെങ്കിൽ അവിടെ എനർജൈസ് ചെയ്ത് നിർത്തുന്നത് അവിടെയുള്ള കുടുംബാംഗങ്ങളിലേക്കും എത്ര ദൂരത്താണെന്ന് വെച്ചാൽ എഫക്റ്റ് ആകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ക്ഷയിച്ചു പോയിട്ടുണ്ട്. അപ്പം മൂലത്ത് എവിടെ ക്ഷയം ഉണ്ടായാലും അത് എല്ലാവരെയും ബാധിക്കുന്നു, അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു പോയവരല്ല എന്നൊരു കൺസെപ്റ്റിൽ ഇപ്പോൾ പലപ്പോഴും ഈ ആരൂഢത്തെ ശാക്തീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവരാണ്, ഒറ്റയ്ക്ക് അണുകുടുംബങ്ങളായിട്ട് സെപ്പറേറ്റ് വീട് വെച്ച് താമസിക്കുന്നു. നല്ല സ്ഥലമാണ് മേടിച്ചത്, അത് വാസ്തുപ്രകാരം ആണെല്ലാം വെച്ചത്. പക്ഷേ ഈ വീട് വെച്ച് താമസമായ പിന്നെ അവിടെ രോഗങ്ങൾ വിട്ടൊഴിയുന്നില്ല, കുട്ടികളുടെ പഠനം പോകുന്നു, നല്ല ബന്ധമുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നം, ഇങ്ങനെ ഒരുപാടാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കുമ്പോഴാണ് പറയുന്നത് കുടുംബത്തിനകത്തുള്ളൊരു പ്രശ്നമുണ്ട്. സത്യത്തിൽ ഇത് അവിടെയുള്ളൊരു എനർജിയുടെ ഇൻബാലൻസാണ്. എനർജി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, എനർജി ഒന്നേ ഉള്ളൂ. എനർജിയെ നമുക്ക് നെഗറ്റീവെന്നും പോസിറ്റീവെന്നും ആധുനിക കാലഘട്ടത്തിൽ പറയുന്നത് കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ചാണ്. എനർജി ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു കാറ്റ് വീശുന്നു, കാറ്റൊരു എനർജിയാണ്. അതൊരു ദുർഗന്ധമുള്ള ഓടയുടെ മുകളിലൂടെയാണ് കാറ്റടിച്ച് പോകുന്നത്, നെഗറ്റീവ് എനർജിയാണ് അവിടെ ശ്വസിക്കാൻ പറ്റുക. അതേ കാറ്റ് തന്നെ കുറേ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സുഗന്ധം അല്ലെങ്കിൽ ചന്ദന തൈലത്തിൻ്റെ മുകളിലൂടെയാണ്, സുഗന്ധമാണ്. അപ്പോൾ ഒറ്റ എനർജിയാണ്, കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ച്. അപ്പം നല്ല ലക്ഷണമൊത്ത സ്ഥലത്ത് വെച്ചാലും അതിനകത്തുള്ള ചില ചെയ്തികൾ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് ശക്തി കൂടും. അത് വ്യക്തികളുടെ മനസ്സിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്പോൾ അവിടെ മുറികൾ ഒഴിച്ചിടുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടാണ്, 2 നില വീടൊക്കെയാണ്, വളരെ പ്രതീക്ഷയുടെ വെച്ചതാണ്. പക്ഷെ ആളുടെ സാന്നിധ്യം അവിടെ ഇല്ല, കെട്ടിക്കിടക്കുകയാണ് അവിടെ അല്ലേ എനർജി, വായു സഞ്ചാരമില്ല. പിന്നെ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും അവിടെ ഇവിടെ അലങ്കോലമായിട്ട് കിടക്കും. ആവശ്യത്തിൽ കൂടുതൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ വലിച്ചു കൂട്ടി വെക്കും. ഈ നമ്മുടെ കണ്ണ് പതിയുന്ന റേഡിയസിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ എനർജി ഫീൽഡിലേക്ക് ഇത് കോപ്പി ചെയ്യപ്പെടുന്നുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. അപ്പോൾ ഈ ഒരു വിരൽ നോക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ വിരൽ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സ് ബാക്ക്ഗ്രൗണ്ടും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, ക്യാമറ പോലെയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ അടുക്കും ചിട്ടയും നീറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റാണ് വരുന്നത്. പിന്നെ അവിടെ ഉണ്ടാകുന്ന ഇമേജുകൾ, വെച്ചിരിക്കുന്ന ഇമേജുകൾ അതിസൂക്ഷ്മമായ തലത്തിൽ ഈ എനർജിയെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നല്ല വീടൊക്കെ, മനോഹരമായ വീടൊക്കെ വെച്ചിരിക്കുന്നത്, അവിടെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് പലരും പല നല്ല സമ്മാന പൊതികളൊക്കെ ആയിട്ട് വരും. നല്ല ഒരു ഫ്രെയിം, നല്ലൊരു ആർട്ട് ഫിലിമാണ്, രാജാരവിവർമ്മയുടെയാണ്. അന്നത് ഒരു ഹംസതമേന്തി, ഹംസത്തെ നോക്കി ഇങ്ങനെ കുടം തോളിലേന്തി ഇങ്ങനെ ഹംസത്തോട് ഇങ്ങനെ വിഷാദത്തോടു കൂടി ചോദിക്കുകയാണ്. അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്താ, എൻ്റെ കാന്തനെ കണ്ടുവോ, വിഷാദമാണ്. കാരണം ഈ ഭർത്താവിൽ നിന്നുള്ള, പുരുഷനിൽ നിന്നുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നില്ല, ആ വിഷാദത്തിലായി സ്ത്രീ. അതാണ് കണ്ണ് പതിയുന്നിടത്ത് വെച്ചാൽ ആ കുടുംബിനിക്ക് എന്നും ഭർത്താവിനെ കൊണ്ട് ദുഃഖമായിരിക്കും. മനസ്സിലായല്ലോ, ഇമേജുകൾ സ്വാംശീകരിക്കും. അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു പോർട്രേറ്റ്, നല്ലൊരു വരയാണ്, ഒരു നല്ല കുട്ടിയുടെ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ തുള്ളി ഇങ്ങനെ ഇറ്റ് വീഴത്തക്ക രീതിയിലുള്ളതാണ്. പറഞ്ഞു വരുമ്പോൾ നല്ല ആർട്ട് വർക്കാണ്, അത് കണ്ടാൽ നമ്മൾ വാങ്ങി വെച്ചത്.
ആ കുടുംബത്തിൽ എപ്പോഴും കരച്ചിലിന് അവസരം ഉണ്ടാകും. അല്ലെങ്കിൽ തോക്ക് വെച്ചിരിക്കുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഫാഷനായിട്ട് ഇല്ലാത്ത മേടിച്ചു പോകും. അതെ. അതൊരു ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ, പണ്ട് വേട്ടയാടാൻ പോകുന്നവരൊക്കെയാണല്ലോ വെച്ചിരിക്കുക, അല്ലെങ്കിൽ വാളും പരിചയം യുദ്ധത്തിന് പോകുന്നവരുടെ ആ ഒരു സങ്കല്പത്തിൽ അത് നല്ലതാണ്. പക്ഷേ അവിടെ ഉള്ളവർ ഇത് കാണും, ഭയം ഉണ്ടെങ്കിൽ അത് അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാകും. പിന്നെ ഫോട്ടോസ്, നമ്മുടെ അകാലത്തിൽ മരിച്ച ആൾക്കാരുണ്ടാകും, പ്രായം കുറവുള്ളവർ, വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ആരെങ്കിലും, അവരോട് ഭയങ്കര നമുക്ക് സ്നേഹമുണ്ട്, അവരെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഫോട്ടോ അവിടെ മെയിൻ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഏത് സന്ദേശമാണോ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുന്നത്, ആ അപകടത്തെ പറ്റിയും അവരുടെ തിരോധാനത്തിൻ്റെ നഷ്ടമാണ് ഉള്ളിൽ വരുന്നെങ്കിൽ എപ്പോഴും അവിടെ പ്രശ്നമായിരിക്കും. എന്ന് വെച്ചാൽ അവർ വേണ്ടെന്നല്ല, അവർ മനസ്സ് ജീവിക്കട്ടെ, കണ്ണ് പതിയാത്തടത്ത് വെക്കുക. പലപ്പോഴും അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതെ അതെ. ഇപ്പൊ പലരും പറയുന്നുണ്ട് മരിച്ചുപോയവരുടെ ഫോട്ടോ വീടുകളിൽ വെക്കരുത് എന്നൊക്കെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഇത് പറയുന്നത്. ഒന്ന്, ഈ പറയുന്ന നമുക്ക് വിഷമം സൂചന തരുന്നത് വെക്കരുത്, അത് ആക്സിഡൻറ്റോ അങ്ങനെയുള്ളതാണെങ്കിൽ. എന്നാൽ അതിൽ നിന്നും സന്തോഷ സൂചകമായിട്ടുള്ള നമുക്ക് മനസ്സിനെ ട്രിഗർ ചെയ്യത്തക്കുള്ളതാണ് അത് അവിടെ തൂങ്ങണം. ഒരുപക്ഷെ നമ്മൾ പ്രായമായി നമ്മുടെ മാതാപിതാക്കളോ അല്ലെ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ മരിച്ചു, അവർ ആയുസ്യത്തിൽ മരിച്ചവരാണ്. അവരിൽ നിന്ന് ഒരുപാട് പാഠം നമുക്ക് പിൻതലമുറയ്ക്ക് പഠിക്കാനുണ്ടായിരുന്നു, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള. എൻ്റെ അമ്മയുടെ അമ്മാവനാണത്, തഹസീൽദാറായിരുന്നു, ഈ നാടറിയുന്ന ആളായിരുന്നു. അത് കണ്ടില്ലേ, കൊമ്പ മീശയൊക്കെ വെച്ച് വടിയൊക്കെ വെച്ച് ഇങ്ങനെ ഷോളൊക്കെ പതുക്കി ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അല്ലെങ്കിൽ നല്ല നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ധീര ജവാനാണ് അദ്ദേഹം, ഒരുപക്ഷെ അവിടെ വെച്ചൊരു യുദ്ധത്തിലായിരിക്കും മരിച്ചു. അതൊക്കെ അവിടെ തൂങ്ങണം. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആത്മാഭിമാനം പ്രചോദനം തരുന്നതാണെങ്കിൽ അത് ഫോട്ടോ അവിടെ വേണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഇമേജുകളൊന്നും റൂമിൽ വെക്കാൻ പാടില്ല. ഇപ്പം ചില ഒരു വ്യക്തതയില്ലാത്ത ചില പടങ്ങളൊക്കെ ഇല്ലേ, ചില സ്റ്റാച്യൂകളൊക്കെ ഇല്ലേ, ഇത് കുഴപ്പമുണ്ടാകും. കാരണം വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് ആത്മാവ് ഒരു കുഞ്ഞാണ്, അതിന് ശരി തെറ്ററിയില്ല, കാണുന്ന അതേപോലെ ഒപ്പും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ കണ്ണ് പതിയുന്നിടത്തെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഭയപ്പെടുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ഭയപ്പെട്ടു പോകും. അത് നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ ബാധിക്കും. ഇപ്പം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുന്നത് അറിയാത്ത ഒരാൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇരിക്കും, പെട്ടെന്ന് ഞെട്ടിപ്പോവില്ലേ? ഇതേപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് മാത്രം. പിന്നെ അതേപോലെ ഇപ്പം ചലിച്ചുകൊണ്ടിരുന്ന പല ഉപകരണങ്ങൾ, ഇപ്പോൾ ക്ലോക്ക് അല്ലെ മോട്ടർ, ഇത് നിശ്ചലമായിട്ട് കാലങ്ങളോളം കിടക്കുക, അത് സമ്പത്തെ അത് ബാധിക്കുന്നത്, സമ്പന്നത്തെയാണ്. ആ വീട്ടിലൊരു പ്രവർത്തനം നടക്കില്ല, പിന്നെ അത് ബാധിക്കുന്നു. അത് എപ്പോഴും പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യണം. അതെ, പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ ഓടാത്ത ക്ലോക്ക് വീട്ടിൽ വെച്ചേക്കരുത്. അത് കണക്ക് പൊട്ടിയ ചില്ല് പാത്രം, ഇതെല്ലാം നമ്മുടെ ക്രാക്കിനെ ഞാൻ ബാധിക്കുക. പിന്നെ പിന്നെന്താണ് പോസിറ്റീവ് എനർജിക്ക് ആക്കി വെക്കാൻ പറ്റുന്നത്? നമ്മുടെ ഫാമിലി ഫോട്ടോ, ഹസ്ബൻഡും വൈഫും കുട്ടികളും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാകും, നമ്മുടെ ഇൻഡയറക്റ്റായിട്ട് അവിടെ ഫലം ഉണ്ടാകും. ഇത് പലപ്പോഴും പലയിടത്തും നമ്മൾ അതിസൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കാതെ വരുന്ന ഈ എനർജിയെ ബാധിക്കുന്നുള്ള. പിന്നെ അതൊക്കെ സ്മെല്ല്, നമ്മൾ മുഷിഞ്ഞതും അല്ലെ അതേപോലെയുള്ള പുറത്തുനിന്ന് ഉപയോഗിച്ചിട്ട് വന്ന സാധനമെല്ലാം കുമിച്ച് കൂട്ടിയിടുക, അല്ലെങ്കിൽ നനവുള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ പൂപ്പലിൻ്റെയൊക്കെ ഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു എനർജിയാണ്, സ്മെൽ എനർജി, അതുകൊണ്ട് ചിന്തകളെ ബാധിക്കും. പിന്നെ അതോടൊപ്പം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല സ്മെല്ല് സ്ഫുരിക്കുന്ന രാവിലെ നല്ല ചന്ദനത്തിൻ്റെയോ ചന്ദനത്തിരിയുടെയോ ഒക്കെ, അത് അരോമ തെറാപ്പി എന്ന് പറയും. ഇതൊക്കെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാർജ്. പിന്നെ സൗണ്ട് എനർജി, നല്ല ശബ്ദം ഉളവാകുന്ന ലൈറ്റ് മ്യൂസിക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്പിറേറ്റീവായിട്ടുള്ള ചില വീഡിയോസ്, അത് നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കേട്ടുകൊണ്ടൊക്കെയാണ് ചെയ്യും. ഇപ്പോൾ പലരും എൻ്റെ ഫോളോവേഴ്സ് പറയാറുണ്ട്, എപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ കേട്ടുകൊണ്ട് ജോലി ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അകത്ത് നല്ല രീതിയിലുള്ള ഒരു പവർ എനർജി റീക്രിയേറ്റ് ചെയ്യും. ഇതൊന്നും ശ്രദ്ധിക്കാതെ നേരെ തിരിച്ചു ഉണ്ടാകുന്നുള്ളത്. പിന്നെ അതേപോലെ ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പണ്ടത്തെ നമ്മുടെ സംസ്കാരം എന്താണെന്ന് വെച്ചാൽ ഒരു ഡൈനിങ് ടേബിളിൽ എല്ലാവരും കൂടിയിരുന്ന് പരസ്പരം അന്നത്തെ വിഷയങ്ങളൊക്കെ പങ്കുവെച്ചും ചർച്ച ചെയ്തും കഴിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകുന്നു. ഇപ്പം പരസ്പരം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഓരോരുത്തരുടെ ലോകത്തിലാണ്. അഥവാ ടേബിളിലാണെങ്കിലും മൊബൈൽ നോക്കിയിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള ഇമേജ് ഇഷ്യൂ എന്താണ്, അതാണ് ഉള്ളിലേക്ക് പോകുന്നത്. കാരണം അതിസൂക്ഷ്മമായ രീതിയിൽ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിൻ്റെ തന്മാത്രകൾ, മോളിക്യൂൾസിന് പുറമേ നിന്നുള്ള ഏത് എനർജിയും ഒബ്സർവ് ചെയ്യും. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി തീർത്ഥമൊക്കെ കുടിക്കുന്നത് കണ്ടിട്ടില്ലേ, ജപിച്ചിട്ട് ഊതി ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് തോട്ട് എനർജിയും വേഡ് എനർജിയും അവിടെ കോപ്പിയാകുമ്പോഴാണ്. അപ്പം ജലം എപ്പോഴും ഉപയോഗിക്കുമ്പം അവിടെ ആ സമയത്തുള്ള ചിന്തകൾ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന കോശങ്ങളെ, സെൽസിലേക്ക് അത് ബാധിക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.